ഹലോ എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് നാൾക്ക് ശേഷം ഒരു ടീസർ വളരെ അധികമായിട്ട് ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടൻ നായകനായിട്ട് വരുന്ന എമ്പുറാൻ. അങ്ങനെ ഇന്നലെ ഇറങ്ങിയ ടീസർ ഇപ്പോഴും വലിയ രീതിയിലാണ് ഫാൻസും സിനിമാ പ്രേമികളും ഒക്കെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനെ പറ്റിയിട്ട് ഒരുപാട് ഫാൻ തിയറികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ എമ്പുറാനെ പറ്റിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇന്നലെ എമ്പുറാൻ്റെ ടീസർ റിയാക്ഷൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. കാരണം ആ ഒരു ടീസർ ഞാൻ തിയേറ്ററിൽ പോയിട്ട് കാണാനായിട്ട് പോയതുകൊണ്ട് ആ ഒരു റിയാക്ഷൻ വീഡിയോ ഇടാതെ ഞാനൊരു തിയേറ്റർ വാച്ചിനെ പറ്റിയിട്ടുള്ളൊരു റിവ്യൂ ആണ് ഇട്ടത്. എനിവേ തിയേറ്റർ വാച്ച് ഈസ് കിഡിലനായിരുന്നു. വേറെ ലെവൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ദീപക് ദേവിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എനിക്ക് തിയേറ്ററിൽ കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫ്രെയിംസ് ഒക്കെ വേറെ ലെവലായിട്ടാണ് എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്കും അത് ആ ഒരു ഫ്രെയിംസിൻ്റെയൊക്കെ റിച്ച്നെസ് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്കുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനായിട്ട് പറ്റാതെ പോയി. എന്തായാലും ആ പ്രോബ്ലം ഇപ്പം അങ്ങ് തീർക്കാൻ പോവുകയാണ്. എമ്പുറാൻ്റെ ടീസർ നമുക്കൊന്ന് കണ്ടുവെക്കാം. എന്നിട്ട് എനിക്ക് ഈ ഒരു ടീസറിനകത്ത് ഒരുപാട് ഫ്രെയിംസ് വളരെയധികം സ്പെഷ്യാലിറ്റി ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. അതേ കണക്ക് സോഷ്യൽ മീഡിയ വഴി വരുന്ന ഒരുപാട് ഫാൻ തിയറീസ്, ഒരുപാട് കോമിയോ അപ്പിയറൻസുകളൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഫാൻ തിയറീസ്, അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. എന്തായാലും നമുക്ക് ഇപ്പം ഈ ഒരു ടീസർ ഒന്ന് ഉണ്ടാക്കാം. എത്ര പ്രാവശ്യം കണ്ടാലും മതി വരത്തില്ലേ. പ്രത്യേകിച്ച് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇടയ്ക്ക് വെച്ചുള്ള ആ ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ, എത്ര പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കണ്ടാലും മതി വരത്തില്ല. അപ്പം എന്തായാലും എമ്പുറാന്റെ ഈ ഒരു ടീസർ ഒരിക്കൽ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വൈഡ് ആംഗിൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. തിയേറ്ററിൽ കാണാനായിട്ട് ഒരു ഫ്രെയിമൊക്കെ കിഡിലിനായിരുന്നു. പ്രത്യേകിച്ച് ലൂസിഫറിനെക്കാട്ടി കുറച്ചും കൂടി ഫ്രെയിംസിനൊക്കെ റിച്ച്നെസ് കൂടിയിട്ടുണ്ട്. അത് ഈ ഒരു ആംഗിളിൽ കാണാനായിട്ട് കിടിലിനായിരുന്നു. അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ആശീർവാദ് സ്റ്റീഫന്റെ കാർ. യുദ്ധം നന്മയും തിന്മയും ഇതല്ല വേറെ സംഭവമുണ്ട്. തിന്മയും തിന്മയും തമ്മിലാണ്. He leads the most powerful mercenary hit group in Asia. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. ഖുറേഷി അബ്രാം നെക്സസ് പറയാം. സോ ആരാണ് ഈ സ്റ്റീഫന്റെ എതിർപ്പ്? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണ്, ഇസ്ലാമിൽ അവൻ ഇബലീസ്, ഇനി ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒരു ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേര് എൽ ലൂസിഫർ. മോഹൻലാൽ കിട്ടുവാണ്. He's coming back. അബ്രാം, ഖുറേഷി, അബ്രാം. ഇവിടെ നിന്ന് അങ്ങോട്ട് This deal is with the devil. L2 എംബ്രാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ദീപത്തെ കത്തിച്ച്. बस एक इशारा भाईजान, बस एक സായിദ് മസൂദ് इंतजार रहेगा. खुदा हाफिज. രാജകുമാരൻ കൊണ്ട് നിർത്തുന്ന ആ ഒരു വീഡിയോ. 27 മാർച്ച് 2025 കേരളത്തിൽ അന്ന് ഉത്സവോടെ അമ്മാതിരി ആഘോഷമായിരിക്കും പടം റിലീസിന്. പൊളപ്പനെന്ന് പറഞ്ഞാൽ കിടിലോസ്കി ടീസർ. എത്ര കണ്ടാലും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീസർ. ഇങ്ങനൊരു ടീസർ ഈ അടുത്തങ്ങ് മലയാള സിനിമയിൽ വന്നിട്ടില്ല കേട്ടോ. അമ്മാതിരി പിന്നെയും ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ട്, ഇപ്പോഴും ഇനിയും കാണും. ആ ഒരു രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ടീസർ. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടയ്ക്ക് വെച്ചുള്ള ആ ഒരു പോർഷൻ, എല്ലെന്ന് കാണിച്ചിട്ട് അങ്ങോട്ടുള്ള ആ ഒരു പോർഷൻ വേറെ ലെവലാണ്. എംപുറാൻ്റെ ആ ഒരു ടൈറ്റിൽ കാർഡൊക്കെ കാണിക്കുമ്പോഴത്തേക്കും വേറെ ലെവലായിട്ട് കത്തിച്ചിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ദീപക് ദേവ് മിന്നിച്ചിട്ടുണ്ട്, പൊളിച്ച് അടുക്കിയിട്ടുണ്ട്. ടീസറിന്റെ തുടക്കത്തിലെ ആ ഒരു ഇംഗ്ലീഷ് സോങ്ങിന്റെ ആ ഒരു ലിറിക്സ് എഴുതിയത് നമ്മുടെ ഡയറക്ടർ തന്നെയാണ്, പൃഥ്വിരാജ് കുമാരൻ. അത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ വന്ന് കത്തിക്കാൻ പോകുന്നുണ്ട്, സ്ലോയിൽ വന്ന് കത്തിക്കത്തില്ല. അത് വേറെ ലെവൽ നൈസായിട്ടുണ്ട് സംഭവം. ടീസറിന്റെ ആ ഒരു റേഞ്ച് തന്നെ, ആ സ്റ്റാൻഡേർഡ് കുറച്ചും കൂടി വലുതാക്കിയത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. പിന്നെ ഇതിനകത്ത് കണ്ടിട്ട് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത രീതിയിൽ കുറേ ഫ്രെയിംസ് ഉണ്ടേ. അതായത്
ആ ഒരു എല്ലെന്ന് കാണിക്കുന്ന ആ ഒരു ഫ്രെയിം, മോഹൻലാൽ എന്ന് കാണിക്കുന്ന ആ ഒരു ഫ്രെയിം ലാലേട്ടൻ തിരിഞ്ഞു നിന്നിട്ടുള്ളത് അത് കിട്ടിലൻ ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഫ്രെയിമാണ്. അതിനുശേഷം ലാലേട്ടൻ ആ ഒരു തോക്കും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫ്രെയിമുണ്ട്. അതേപോലെ പെട്ടെന്ന് മിന്നി മറഞ്ഞു പോകുന്ന കണക്ക് ഒരു കുട്ടിയെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്ന ഫ്രെയിം, പിന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി മുണ്ടും മടക്കി കുത്തി ആ ഒരു കത്തുന്ന ആ ഒരു മരത്തിന്റെ മുമ്പിൽ ആ ഒരു എബ്രാം ഖുറേഷിയുടെ ആ ഒരു ഗ്യാങ്ങുമായിട്ട് നിൽക്കുന്ന ആ ഒരു ഫ്രെയിം, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് ടീസർ തിയേറ്ററിൽ കണ്ടിട്ട് ഈ ഫ്രെയിംസ് ഒക്കെ മായാതെ മനസ്സിലുണ്ട്. ഒരു ടീസറിൽ തന്നെ ഇത്രമാത്രം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഫ്രെയിംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സിനിമയിൽ എന്തായിരിക്കും എന്ന് അറിയാനായിട്ട് ഒരുപാട് എക്സൈറ്റഡ് ആണ്. അതേപോലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് എബ്രാം ഖുറേഷി അത് രണ്ടുപേരാണോ അതോ ഒരൊറ്റയാളാണോ എന്നുള്ളതാണ്. അതിന് കാരണം ഈ ഒരു ടീസറിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ലിങ്കാണ്. ടീസറിനിടയ്ക്ക് ആ ഒരു പട്ടാളക്കാരി പറയുന്ന ആ ഒരു സംഭവമാണ് നമ്മുടെ എംപുറാനിൽ നിന്ന് ഉള്ള ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ലൂസിഫറിലെ ഡയലോഗാണ്. സർ, വി ഹാവ് ദ എൻറ്റയർ കബൂക കോർട്ടൽ ആൻഡ് ഖുറേഷി എബ്രാം നെക്സസ് ഇൻ വൺ പ്ലേസ്. ഈ ഒരു സംഭവം കാണിച്ചിട്ടാണ് എബ്രാം ഖുറേഷി ഒന്നല്ല 2 പേരാണ് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫാൻ തിയറിയും കാര്യങ്ങളും ആ ഒരു എബ്രാം ലാലേട്ടനാണെന്നും ഖുറേഷി മമ്മൂക്കയാണെന്നും ഉള്ള രീതിയിലൊക്കെ ഒരുപാട് ഫാൻ തിയറീസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നെക്സസ് എന്ന വേർഡും ഖുറേഷി എബ്രാം എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഹൈഫണുമാണ്. ഓക്കെ, അപ്പം നെക്സസ് എന്ന് പറയുന്നത് ഒരു 2 ഗ്യാങ്ങിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും 2 കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്കിനെയോ അല്ലെങ്കിൽ ഒരു കോമൺ ഫാക്ടറിനെയോ ഒക്കെ നമുക്ക് നെക്സസ് എന്ന രീതിയിൽ പറയാനായിട്ട് സാധിക്കും. ആ ഒരു സംഭവമാണ് ഖുറേഷിയും എബ്രാമും 2 ആണ് എന്നുള്ള രീതിയിൽ പറയാനായിട്ടുള്ള ഫാൻസ് ചിന്തിക്കാനായിട്ടുള്ള ഒരു കാരണം. അത് മാത്രമല്ല, ലൂസിഫറിന്റെ അവസാനം ലാലേട്ടന്റെ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എബ്രാം, ഖുറേഷി എബ്രാം. അപ്പം എബ്രാം ആണ് ലാലേട്ടൻ, ഖുറേഷി എബ്രാം എന്ന ആ ഒരു ഗ്യാങ്ങിലെ എബ്രാം ആണ് ലാലേട്ടൻ എന്ന രീതിയിൽ ലാലേട്ടൻ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് പലരും അതിനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു സീനും ആ ഒരു സബ്ടൈറ്റിൽ നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായത്, അതിനകത്ത് ആ ഒരു സോൾജിയർ പറയുന്നത്, സർ, വി ഹാവ് ദി എൻറ്റയർ കബൂക കാർട്ടൽ ആൻഡ് ദ ഖുറേഷി എബ്രാം നെക്സസ് ഇൻ വൺ പ്ലേസ്. ഇത് ഖുറേഷിയുടെയും എബ്രാമിനെയും ലിങ്ക് ചെയ്യുന്ന സംഭവം വൺ പ്ലേസിൽ ഉണ്ടെന്നല്ല, അല്ലാതെ കബൂക കോർട്ടലിനെയും അതേ കണക്ക് ഖുറേഷി എബ്രാം ഇവരെ 2 പേരെയും ലിങ്ക് ചെയ്യിക്കുന്ന എന്തോ ഒരു സംഭവം ഒരൊറ്റ പ്ലേസിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. തെറ്റാണോ ഇല്ലയോ എന്ന് നമുക്ക് സിനിമ വരുമ്പോഴത്തേക്ക് മനസ്സിലാവത്തുള്ളൂ. ഖുറേഷി എബ്രാം 2 പേരാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ വളരെ ചെറുതാണ്. ഓക്കെ, ഇനി ഇങ്ങനെ 2 പേരാണെങ്കിൽ തന്നെ അത് ചിലപ്പം 2ഉം ഡബിൾ റോൾ ലാലേട്ടനാകാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല 2ഉം മലയാളികളായി കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു പവർ ഫീൽ ചെയ്യിക്കുമോ എന്നുള്ള കാര്യവും ഡൗട്ട്ഫുൾ ആണ്. അതുകൊണ്ട് മമ്മൂക്ക എന്തായാലും ഖുറേഷിയായിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തായാലും ഈ ഒരു ഡയലോഗിന്റെ പുറത്ത് ഖുറേഷി എബ്രാം 2 പേരാണെന്നുള്ള ഒരു നിഗമനത്തിൽ എത്താനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മമ്മൂക്ക ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് എംപുരാനിൽ വരാനുള്ള സാധ്യതകൾ അതും തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഈ ഒരൊറ്റ ഡയലോഗിൽ അങ്ങനെ പറയാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പേഴ്സണലി. എന്തായാലും ഉണ്ടായാൽ കിടിലനായിരിക്കും. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാമിയോ അപ്പിയറൻസ് ആയിട്ട് മമ്മൂക്ക എംപുരാനിലുണ്ടെങ്കിൽ അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷെ മമ്മൂക്ക ഈ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് അത് നമുക്ക് തീർത്തും അങ്ങോട്ട് ഉറപ്പിക്കാറായിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് പ്രണവ് മോഹൻലാൽ സിനിമയിൽ എംപുറാനിൽ ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഫാൻസിനിടയിലുള്ള ഒരു സംസാര വിഷയം. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ടീസറിനകത്ത് മിന്നി മറിഞ്ഞ് കാണിച്ചു പോകുന്ന ഒരു ഫ്രെയിമാണ് ആ ഒരു കുട്ടിയെ കൈകൊണ്ട് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സീൻ. അതിനകത്ത് മുടിയൊക്കെ ഉള്ളൊരു ചെറുക്കനാണ് ആ ഒരു കുഞ്ഞിനെ കയ്യിൽ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ അതിനകത്ത് നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് സായിദ് മസൂദിന്റെ ചെറുപ്പകാലം ചെയ്യാനായിട്ട് നമ്മുടെ സലാറിലെ ആ ഒരു പയ്യനിലെ പൃഥ്വിരാജിന്റെ ആ ഒരു കുട്ടിക്കാലം ചെയ്ത ആ ഒരു ആക്ടറാണ് അതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രണവുണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാറായിട്ടില്ല. അതും എന്തായാലും ഒക്കെ ഒരു സർപ്രൈസിങ് ഫാക്ടർ എംപുരാനകത്ത് കാണും. അത് എന്താണ് എന്നുള്ളതാണ് നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട്. എന്തായാലും അത് ടീസറിലൂടെ റിവീൽ ചെയ്യാനായിട്ട് പോകുന്നില്ലടെ. ലൂസിഫറിനകത്ത് നമ്മൾ ടീസറോ ട്രെയിലറോ കണ്ടപ്പോഴത്തേക്കും മുണ്ടും മടക്കി കുത്തി വരുന്ന ലാലേട്ടനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് ക്ലൈമാക്സിൽ ലാലേട്ടൻ ആ ജാക്കറ്റും ഗ്ലാസ്സും ഒക്കെ ഇട്ടുകൊണ്ട് ഖുറേഷി എബ്രാമായിട്ട് വരുമെന്ന് ഫസ്റ്റ് ഷോ കഴിയുന്നതിന് മുമ്പ് സ്വപ്നം പോലും കണ്ടിട്ടില്ലായിരുന്നു. അതേ കണക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസിങ് ഫാക്ടർ എംപുരാനിനകത്ത് തീർച്ചയായിട്ടും ടീം ഒരുക്കി വെക്കും എന്നുള്ളതാണ്. അത് പക്ഷേ ടീസറിലോ ട്രെയിലറിലോ ഒന്നും കാണിക്കണമെന്നും ഇല്ല. ഇത് മാത്രമല്ല, പല രീതിയിലുള്ള ഫാൻ തിയറീസ് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. നമ്മുടെ ജിതിൻ രാംദാസ് ടൊവിനോയുടെ ക്യാരക്ടർ എംപുരാനിൽ വില്ലനായിട്ട് മാറുമെന്നും അത്തരത്തിലുള്ള കുറെ ഫാൻ തിയറീസ്. ഓക്കെ, ഈ ഒരു ടീസർ കൊണ്ട് മാത്രം നമുക്ക് ഇതൊക്കെ ഊഹിച്ചെടുക്കാം എന്നുള്ളതല്ലാതെ ഉറപ്പിക്കാൻ ആയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ജിതിൻ രാംദാസ് വില്ലനായിട്ട് വരാനായിട്ടുള്ള സാധ്യതയും ഞാൻ ആലോചിച്ചിട്ട് വളരെ 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 ചുരുക്കമാണ്. അങ്ങനെയും
കുറേ ഫാൻ തിയറീസ് ഉണ്ട്. അത് ഞാൻ ചിന്തിച്ചിട്ട് അത്തരത്തിലും വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ വളരെ കുറവായിരിക്കും. എന്തായാലും ചിലപ്പോൾ ഒരു പുതിയ വില്ലൻ ആയിരിക്കാം, അതും ഒരു സർപ്രൈസിങ് ഫാക്ടർ ആയിട്ട് തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണ്. ഈ ഒരൊറ്റ ടീസർ കൊണ്ട് എംപുരാന്റെ ടീം ഉദ്ദേശിച്ചത് എംപുരാൻ എന്താണ്, എത്രയും വലിയൊരു സ്കെയിലിലാണ് എംപുരാൻ എന്ന സിനിമ വരാൻ പോകുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ടീസർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അല്ലാതെ എംപുരാന്റെ ഒരു സ്റ്റോറിയുടെ ഹിന്റ് ഒന്നും ടീസറിനകത്ത് കൊടുത്ത് അത് സ്പോയിൽ ചെയ്യാനായിട്ട് ഡയറക്ടറായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരൻ ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജുവേട്ടൻ അത് തന്നെയാണ് ലോഞ്ചിലും പറഞ്ഞത്. പുള്ളിക്ക് കാണിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അത് സിനിമയിൽ മാത്രം കാണിക്കുന്ന രീതിയിൽ ആ ഒരു സെയിം സ്ഥലത്ത് തന്നെ എനിക്ക് തോന്നുന്നു പലരും ലാലേട്ടൻ്റെ ആ ഒരു ഗൺ ഷോട്ടിനെ പറ്റിയിട്ട് ഒരുപാട് കുറ്റം പറഞ്ഞുണ്ട്. പക്ഷേ ആ ഒരു ഗൺ ഷോട്ട് ആ ഒരു ആംഗിളിൽ തന്നെ സിനിമയിൽ വരണമെന്നൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ അത് കണ്ടിട്ട് അങ്ങനെ തോന്നി. പക്ഷേ എനിക്ക് ഏറ്റവും ഹൈ മൊമെന്റ് തന്ന സീനുകളിൽ ഒന്നാണ് കേട്ടോ, ടീസറിൽ ഏറ്റവും ഹൈ മൊമെന്റ് തന്ന സീനുകളിൽ ഒന്നാണ്, ഫ്രെയിംസിൽ ഒന്നാണ് ലാലേട്ടൻ ആ ഒരു ഗണ്ണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ മറ്റൊരു ആംഗിളിൽ ആ ഒരു ലൊക്കേഷൻ എന്തോ ഒരു പ്രത്യേകത ഉള്ളതാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അവിടെ വെച്ച് സിനിമയ്ക്ക് വളരെയധികം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സീൻ ആ ഒരു ലൊക്കേഷനിൽ വെച്ച് നടക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെന്നും എനിക്ക് പേഴ്സണലി ഒരു തോന്നൽ. ആ ഒരു സീൻ കണ്ടപ്പോഴത്തേക്കും വളരെയധികം എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു ലൊക്കേഷൻ പോലെ തോന്നി. അപ്പോൾ എന്തായാലും അതൊരു കിടുക്കൻ സീനായിരിക്കും. അങ്ങനെ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സീൻ ടീസറിൽ വെറുതെ കാണിച്ചു പോകുമെന്നും തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ മേലെ എന്തെങ്കിലുമൊക്കെ തിയേറ്ററിൽ കിട്ടിയാൽ കിടിലം. ഇപ്പൊ തന്നെ അത് ഗംഭീര സാധനമാണ് കേട്ടോ. അപ്പൊ അതേപോലെ പല കാര്യങ്ങളും നമുക്ക് ലൂസിഫറിന്റെ ട്രെയിലർ കണ്ടിട്ട് പലരും ഊഹിച്ച് പറഞ്ഞതൊന്നും ആയിരുന്നില്ല സിനിമ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും എംപുരാനും. അവർ ആ ഒരു സ്റ്റോറി സ്പോയിൽ ചെയ്യാതെ തന്നെ ആയിരിക്കും ആ ഒരു ടീസർ ഇറക്കി വിട്ടിട്ടുണ്ടാവുക. അതിന് പുറകിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടറാണ്. സോ ആ ഒരു സ്റ്റോറിയുടെ ഹിന്റ് ഒന്നും പുള്ളി അങ്ങനെ ടീസറിലൂടെ പുറത്ത് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വരാൻ പോകുന്നത് ഒരു വമ്പൻ ഐറ്റം ആണെന്ന് ഈ ഒരു ടീസറിലൂടെ മനസ്സിലായി. ആ ഒരു ഫ്രെയിംസും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ കൂടി ഒരു ക്ലാസ് മാസ് ഐറ്റം തന്നെ ആയിരിക്കും എംപുരാൻ എന്നും ഈ ഒരു ടീസറിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് പോലെ തോന്നി. ഈ ഒരു ടീസർ ഇറങ്ങിയപ്പോഴത്തേക്കും കുറെ പോസിറ്റീവ് അല്ലാത്ത കുറെ അഭിപ്രായങ്ങളും കണ്ടു കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് ലൂസിഫർ ടീസറിന്റെ അത്ര ഒരു ഇമ്പാക്ട് ഈ ഒരു ടീസർ ഉണ്ടാക്കിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വന്നിട്ട് കമന്റ് എടുത്തതൊക്കെ കണ്ടു. എടാ എന്തുവാണ് പറയുന്നത്, ലൂസിഫറിനകത്ത് ആകപ്പാട് ടീസറിനകത്ത് ആ ഒരു കാറ് വരുന്നതും ലാലേട്ടന്റെ ആ ഒരു ബാക്ക് ഷോട്ടും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ടീസർ വെച്ചിട്ടാണോ ഇത്രയും ബ്രഹ്മാണ്ഡമായിട്ട് വന്നൊരു ടീസറിനെ കമ്പയർ ചെയ്യുന്നത്? അതിനും കൂടുതലൊക്കെ എന്തോ ഒരു വലിയ സംഭവം വരാൻ പോകുന്നുണ്ടെന്നൊരു തോന്നലാണ് എംപുരാന്റെ ടീസർ കാണുമ്പോഴത്തേക്കും തോന്നുന്നത്. അത് ഉള്ളതാണ്. ഒരു സൈഡിൽ നല്ല രീതിയിൽ ഒരു കൂട്ടക്കരച്ചിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു കാര്യമില്ലടേ, പടം നല്ലതാണ്, എടുത്തു വച്ചിരിക്കുന്ന മേക്കിംഗ് കിടിലമാണ് എന്നുണ്ടെങ്കിൽ, പടം നല്ലതാണെന്നുണ്ടെങ്കിൽ ഒരു കരച്ചിലും കേൾക്കാനായിട്ട് പോകുന്നില്ല, കൊണ്ട് കയറും. ഇത് പടമാണ്, ലാലേട്ടന്റെ പടമാണ്. പോസിറ്റീവ് ആയിട്ടൊരു ടോക്ക്, ചെറിയ ഒരു കോഡ് റൂം ഡ്രാമയ്ക്ക് പോസിറ്റീവായിട്ട് ടോക്ക് വന്നപ്പോൾ ഉണ്ടായ സംഭവം നമ്മൾ കണ്ടതാണ്. ഇത് നമ്മുടെ കയ്യിൽ പിടിച്ചാലൊന്നും നിൽക്കത്തില്ല. ഒരു പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ കേരള ബോക്സ് ഓഫീസിനെ നിർത്തിക്കത്തിക്കും. അമ്മാതിരി ഐറ്റം ആയിരിക്കും.